ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വരുന്ന വ്യാധികളെ മാറ്റി നിർത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ വേണ്ടത് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് മൂത്രം ഒരുപാട് പോവുകയും ചെയ്യും. അപ്പോൾ മൂത്രം ഇങ്ങനെ പാസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടെ ഒരുപാട് ഇൻഫെക്ഷൻസിനെ നമുക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഒരു 20 കിലോ ഉള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് 1 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ കുടിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പ്രോട്ടീൻസിന് മാത്രം നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. വിറ്റാമിൻസ്, സിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ദിവസവും എന്തായാലും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. എഗ്ഗ്, പനീർ, പയർ വർഗ്ഗങ്ങൾ, ഇറച്ചി, മീൻ, അങ്ങനെയുള്ള തൈര്, ഇത് എന്നെല്ലാം പറയുന്നത് നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും. 1 കിലോന് വെച്ച് 1 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് വിറ്റാമിൻസും മിനറൽസും. ഇതിൽ വിറ്റാമിൻ സി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ഒരുപാട് കഴിക്കുക. അതിനൊരു എക്സാമ്പിൾസാണ് നെല്ലിക്ക, നാരങ്ങ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ, ഓറഞ്ച്, ഇങ്ങനെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുക എന്നാണെങ്കിൽ വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വിറ്റാമിൻ സി ഇങ്ങനെയുള്ള ഫുഡ്സ് നമ്മൾ ഒരിക്കലും അധിക നേരം പുറത്ത് വെച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ അതിലുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്നാണ് സിങ്കും നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ ഒരുപാട് സഹായിക്കും. പക്ഷേ സിങ്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓരോരോ ദിവസം കഴിക്കുന്ന ഫുഡിൽ കൂടെ മാത്രമേ നമുക്ക് സിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതായത് സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഗ്രേപ്സ്, പപ്പായ, ഷെൽഫിഷ് അങ്ങനെയുള്ളതിലെല്ലാം ഒരുപാട് സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സിങ്കിനെ കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കയറുന്ന വൈറസിനെ ഒരിക്കലും അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല സിങ്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം കൂടുതൽ കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ അതിനുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതൊന്ന് ഓവർ കുക്ക് ചെയ്തിട്ട് വെളുത്തുള്ളിയോ ഇഞ്ചിയോ കഴിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു ഗുണം കിട്ടൂല. അങ്ങനെ കിട്ടൂല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പച്ചക്ക് കഴിക്കുമ്പോഴാണ് അതിൽ ഒരു സൾഫർ കണ്ടൻറ്റ്, അതാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇത് നമ്മൾ ഉമിനീരുമായിട്ട് ചേരുമ്പോഴാണ് ഈ ഒരു ഗുണം നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഓവർ കുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഗുണം കിട്ടൂല. ആ പച്ചക്ക് കഴിക്കുന്ന ഒരു ഗുണം നമുക്ക് ഓവർ കുക്ക് ചെയ്താൽ കിട്ടൂല. അതുകൊണ്ട് ഒരിക്കലും വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനെയുള്ളതൊന്നും ഓവർ കുക്ക് ചെയ്യാതെ പച്ചക്ക് തന്നെ കഴിക്കുക എന്നാണെങ്കിലാണ് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മറ്റൊന്ന് ജങ്ക് ഫുഡ്സ് നമ്മൾ തീർച്ചയായും ഈ ഒരു സമയത്ത് ഒഴിവാക്കിയിരിക്കേണ്ട ഒരു ഭക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജങ്ക് ഫുഡ്സ് ഡെയിലി കഴിക്കുന്നതിലൂടെ ഒരുപാട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. അത് സൈറ്റോകിൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഇൻഫെക്ഷനെതിരെ പ്രവർത്തിക്കുമെങ്കിലും സൈറ്റോകിൻസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എതിരെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ രോഗങ്ങൾക്ക് നമ്മളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ജങ്ക് ഫുഡ്സ് കഴിയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് തീർച്ചയായും ഒഴിവാക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ എക്സസൈസ് ചെയ്യാന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള എക്സസൈസ് ചെയ്യണമെന്നൊന്നല്ല പറയുന്നത്. ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കുക. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ശരീരം അനങ്ങിയിട്ടൊന്ന് നടക്കുകയൊക്കെ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ശരീരത്തിന് ഒന്ന് അനക്കണം. അത്രയേ ഉള്ളൂ ഈ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതിലൂടെ കൂടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് നന്നായി ഉറങ്ങുക എന്നുള്ളത്. നമ്മൾ നന്നായി ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ ഇൻഫെക്ഷൻ വന്നാൽ തന്നെ ഈ നല്ല ഉറക്കം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റീൻ്റെ റെസ്പോൺസ് ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ആൽക്കഹോളും സ്മോക്കിംഗ് അങ്ങനെയുള്ള ഉപയോഗങ്ങളെല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായും അതെല്ലാം അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ ലെവൽ ഇത് കുറക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വന്നാൽ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരിക എന്നുള്ളത്
കുറച്ച് ഇടങ്ങാറ് പിടിച്ച കാര്യമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന. അതൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വിധം വരെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ മാസ്കും സാനിറ്റൈസേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വൈറസിനെ നമ്മുടെ ശരീരത്തിൽ വരുത്താണ്ട് നിൽക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ കയറുന്ന വൈറസിനെ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക ഇമ്മ്യൂണിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്താ പറയുക ഒരു മോചനം കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.